ഒരു 300 വർഷങ്ങൾക്കപ്പുറമായിരിക്കാം ഏകദേശം. അദ്ദേഹം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു. അന്ന് സമയം അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവായത് കാരണം അദ്ദേഹം വന്ന ഉടനെ തന്നെ നേരെ പോയി കുളിക്കാനായിട്ട് കുളത്തിൽ അവിടെ ആ ഭാഗത്ത് അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ അതീവ സുന്ദരിയായ ഒരു കുട്ടി, വളരെ കൊച്ചുകുട്ടി എന്നിട്ട് കുളിക്കുന്നു ആ സമയത്ത്. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അവിടെ ഭയങ്കര ഒരു താല്പര്യമായി. എന്താ കുട്ടി ഇങ്ങനെ കുളിക്കണ ഈ സമയത്ത്, എന്താണ് എനിക്ക് കുളിക്കണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഈ കുട്ടി പറയാണ്, തിരുമേനി ഇവിടെ നിൽക്കൂ, ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കുളിച്ചാൽ മതി, എൻ്റെ കുളിയൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ തിരുമേനിയോട് പറഞ്ഞു. തിരുമേനി അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നിന്നിട്ട് കുട്ടി ഇങ്ങനെ, അപ്പോഴും വേറൊരു കാര്യമാണ്, കാരണം ഈ പുള്ളി സാധാരണ ലെവലിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. പുള്ളി അത് കഴിയുമ്പോഴും സാധാരണ മൈൻഡിലേക്ക്, ബുദ്ധിപരമായ മൈൻഡിലേക്ക് തിരുമേനി വരുന്നില്ല. ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയിലേക്ക് എത്തിയിട്ടില്ല. ഇദ്ദേഹം എന്നിട്ട് വേഗം പോയി കുളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കാര്യങ്ങൾ ഈ പുള്ളി തുറന്ന്, ഈ സാധാരണ ഇത് ലെവലിലേക്ക് എത്തിയിട്ട് രാവിലെ ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ കഴിഞ്ഞിട്ടാണ് പുള്ളി രാവിലെ. അപ്പം പുള്ളിക്ക് കാര്യം പിടികിട്ടി. വെച്ചാൽ 12 മണിക്ക്, ഏകദേശം ഒരു 12 മണിക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. 12 മണിക്ക് ആ സമയത്ത് ഒരു കാരണവശാലും ഇവിടെ വരാൻ പാടില്ലാത്തൊരിതാണ്. ഗുരുതിയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഗുരുതിയിൽ എന്ന് പറഞ്ഞാൽ, ഗുരുതി പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ, ഗുരുതി നടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല.